2013 മെയ് മാസം 4-ാം തീയതി പോയ ഒരു ചെറിയ മൂന്നാർ യാത്രയുടെ വിശേഷമാണ് ഇതിൽ കാണുന്ന വിഷ്വൽസ്. അതിനർത്ഥം ഇതിൽ കാണുന്ന എല്ലാവർക്കും ഇന്നത്തേക്ക് 1 വയസ്സ് കൂടുതലായിരിക്കും. മൂന്നാറിലേക്ക് പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ കാണാതിരുന്ന സ്ഥലങ്ങൾ അതെല്ലാം കാണണമെന്ന ഇത്തവണത്തെ ആഗ്രഹം. യാത്രയുടെ തുടക്കത്തിലേയുള്ള വളരെ വാട്ടർഫാൾ കണ്ടുകൊണ്ട് യാത്ര തുടർന്നു. ഒരു ഫാമിലി യാത്ര ചെയ്തുകൊണ്ട് അത്തരത്തിലുള്ള 1-2 സ്ഥലങ്ങൾ ഇതിലൂടെ ഷെയർ ചെയ്യുന്നു. മൂന്നാറിലെ കോമൺ കാഴ്ചയായിരുന്ന തേയിലത്തോട്ടങ്ങൾ അതെല്ലാം കണ്ടുകൊണ്ട് റൂമിലേക്കെത്തി അവിടെ ബാഗെല്ലാം വെച്ച് ഉച്ചഭക്ഷണം അടുത്തുള്ള ആലിബാബ ആൻഡ് 41 ഡിഷസ് എന്ന റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് നേരെ ഹൈഡൽ പാർക്കിലേക്ക് എത്തി. മൂന്നാറിൽ നിന്നും 3.5 കിലോമീറ്റർ മാറി 16 ഏക്കറുള്ള ഒരു സ്ഥലമാണ് ബ്ലോസം ഹൈഡൽ പാർക്ക്. ഫാമിലിയും കുട്ടികളെയും ഫ്രണ്ട്സുമായി വന്ന് ചിലവിടാൻ പറ്റിയ ഒരു പാർക്ക് പിക്നിക് സ്പോട്ട്. ബോട്ടിംഗ്, സിപ്പ് ലൈൻ, ഫിഷ് സ്പാ എന്നിങ്ങനെ ചെറുതും വലുതുമായ പല ആക്ടിവിറ്റീസ് ഇവിടെ ഉണ്ടെന്നതും ഒരു ചെറിയൊരു അമ്യൂസ്മെൻറ്റ് പാർക്ക് പുതിയതായി തുടങ്ങാൻ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ടെന്നും ഇവിടെ നിന്ന് കണ്ടു മനസ്സിലാക്കി. അതും 1 വർഷം മുമ്പ്. ചെറുതായിട്ട് മുതിരപ്പുഴ റിവറിനരികിലായി ചുറ്റും കണ്ണന്തേവൻ തേയിലത്തോട്ടത്തിൻ്റെ നടുവിലായാണ് ഈ പാർക്കുള്ളത്. പൂക്കളും കിളികളും ഒരുപാട് സൗകര്യങ്ങളുമുള്ള ഈ സ്ഥലം ഫാമിലിയായി വരുമ്പോൾ ചിലവിടാനാകുന്ന ഒരിടമാണ്. സിപ്പ് ലൈനിൽ കയറി ഫിഷ് സ്പാ ചെയ്ത് ഗാർഡനും കണ്ട് അടുത്തുള്ള ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഫ്ലവർ ഷോ ഉണ്ടെന്നറിഞ്ഞ് നേരെ ഗവൺമെൻറ് ഗാർഡനിലേക്കെത്തി. കളിയാക്കുകയല്ല, എന്നാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഒരു ടൂറിസ്റ്റ് ലൊക്കേഷൻ പോലും നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കാതെ, ഒരു നല്ല എസ്തെറ്റിക് സെൻസ് വെച്ച് ഭാവിയിലേക്ക് വേണ്ടി രൂപം നൽകാതെ ഇതുപോലെയുള്ള തട്ടിപ്പ് പരിപാടികൾ കാണിച്ച് പണം ചിലവാക്കുന്ന ഗവൺമെൻറ് പരിതാപകരമാണ്. ഫ്ലവർ ഷോ എന്ന പേരിൽ കുറച്ച് പൂവും ചെടിയും വെച്ച് പറക്കുംതളിയിലെ ബസ്സിനേക്കാൾ അലമ്പാക്കി വെച്ച ഒരു കോലമായിരുന്നു. ഫ്ലവർ ഷോ കണ്ടതിന് ശേഷം രാത്രി ഭക്ഷണം SN റെസ്റ്റോറൻറ്റിൽ നിന്ന് കഴിച്ച് രാത്രി നടന്ന് കാഴ്ചകളെല്ലാം കണ്ട് നേരെ റൂമിലേക്ക് പോയി.
അടുത്ത ദിവസം രാവിലെ തന്നെ റൂമിനോട് ചേർന്നുള്ള ഒരു തേയിലത്തോട്ടത്തിൽ ചെന്ന് കാഴ്ചയും കണ്ട് രണ്ടാമത്തെ ദിവസം ആരംഭിച്ചു. രാവിലെ ആ ചുറ്റുപാട് കണ്ടു കഴിഞ്ഞ് ഒരു ജീപ്പ് എടുത്ത് മൂന്നാറിലെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടായ റിപ്പിൾ വാട്ടർഫാൾ കാണാൻ യാത്ര ആരംഭിച്ചു. മൂന്നാർ ബസ് സ്റ്റേഷനിൽ നിന്ന് 20 കിലോമീറ്റർ അകലെയാണ് നമ്മൾ ആദ്യം കാണാൻ പോകുന്ന ഈ സ്ഥലം. വളവും തിരിവും ഒടിച്ചെടുത്ത് ഞങ്ങൾ പാർക്കിംഗ് സ്ഥലത്ത് എത്തിച്ചേർന്നു. ടിക്കറ്റ് എടുത്ത് വേണം അകത്ത് പ്രവേശിക്കാൻ. ശ്രീനാരായണപുരം എന്ന സ്ഥലത്താണ് ഈ വാട്ടർഫാൾ ഉള്ളത്. ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിൽ DTPC ആണ് ഇവിടെ വീലിയും വഴികളും ഒരുക്കി കൊടുത്തത്. ചെറിയ സ്റ്റാളുകളുടെ മുന്നിലൂടെ നടന്ന് ആദ്യത്തെ വാട്ടർഫാൾ കാഴ്ച കാണാൻ സാധിക്കും. ആ സമയത്ത് തന്നെ ആകാശത്തോട്ട് നോക്കുമ്പോൾ ഒന്നിടവിട്ട് സിപ്പ് ലൈൻ എക്സ്പീരിയൻസ് ചെയ്യുന്ന കാഴ്ചകളും കാണാൻ സാധിക്കും. ഈ സ്ഥലത്തുള്ള സിപ്പ് ലൈൻ നിങ്ങൾ പോകുമ്പോൾ മിസ് ചെയ്യാതെ ട്രൈ ചെയ്തോളൂ. ആദ്യത്തെ ചെറിയ വാട്ടർഫാൾ കണ്ടു കഴിഞ്ഞ് താഴേക്ക് നടന്നിറങ്ങിയാൽ മെയിൻ വാട്ടർഫാൾ കാണാൻ സാധിക്കും. ഫോട്ടോ എടുക്കലും ആസ്വാദനവും കഴിഞ്ഞ് ഞങ്ങൾ മേലെ തിരികെ കയറി. പലതവണ മൂന്നാർ വന്നിട്ടുണ്ടെങ്കിലും ഈ സ്ഥലം കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. സൂം ബൈക്ക്, സ്കൈ ചെയർ, സിപ്പ് ലൈൻ എന്നിങ്ങനെയുള്ള ആക്ടിവിറ്റീസ് ഇവിടെ നിന്നും ആസ്വദിക്കാൻ സാധിക്കും. അങ്ങനെ അവിടെ നിന്ന് ഞങ്ങൾ അടുത്തതായി പോയത് പൊന്മുടി തൂക്കുപാലം. ഏകദേശം 60 വർഷത്തോളം പഴക്കമുണ്ട് ഈ പാലത്തിന് എന്ന് അറിയാൻ സാധിച്ചത്. ഡാം പണിയുന്നതിനായി വസ്തുക്കൾ ഇതിലൂടെയാണ് കൊണ്ടുപോരുന്നത്. അന്ന് ഇതിൻ്റെ പ്ലാറ്റ്ഫോം മരം കൊണ്ടായിരുന്നു. വർക്കൊന്നും വേണ്ട, ഇത് തിന്നണം. അപ്പം തന്നെ ഒരു ഉണക്കി ഫാക്ടറി പോയാണ് ചോക്ലേറ്റ് ഉണ്ടാകും. ഇതും നല്ല, അതും നല്ല. അച്ഛൻ ചെറുതാണല്ലോ എന്ന് ഓർത്താണ് ഞാൻ ഇത് ഓർത്തത്. ഇത് നല്ല, ഞാൻ പൊട്ടിച്ച് തരുന്ന നല്ലതാണ്. നോക്കിയിട്ട് കൊള്ളില്ലാന്ന് അപ്പോൾ തന്നെ മനസ്സിലായോ? ഡാം തുറക്കുന്ന സമയത്ത് വളരെ ഭംഗിയുള്ള വെള്ളച്ചാട്ടം ഇവിടെ നിന്ന് കാണാൻ സാധിക്കും. ചില റൂൾസ് പാലിച്ചുകൊണ്ട് നമുക്കിവിടെ വന്ന് ഈ കാഴ്ചകളെല്ലാം ആസ്വദിക്കാനാകും. പാലത്തിനോട് ചേർന്ന് ചെറിയ കടകളുണ്ട്. ഞങ്ങൾ അവിടെ നിന്നും കൊക്കോ ഫ്രൂട്ട് വാങ്ങി അതെല്ലാം കഴിച്ച് നേരെ പൊന്മുടി ഡാമിലേക്ക് യാത്ര തിരിച്ചു. ഈ ഡാം നിങ്ങൾ ബിഗ് സ്ക്രീനിൽ കണ്ടിട്ടുണ്ടാകും. ഓർഡിനറി എന്ന സിനിമയിൽ നമ്മളെ ഗവി ആണെന്ന് പറഞ്ഞ് പറ്റിച്ച് സിനിമയിൽ കാണിച്ച ആ ക്ലൈമാക്സ് ഭാഗം ഈ ഡാമിലാണ് ഷൂട്ട് ചെയ്തത്. അതായത് ആ സിനിമയിൽ കാണിക്കുന്ന ഡാം ഇവിടെ ഇടുക്കിയിലാണ്. ഞങ്ങൾ ഇറങ്ങിയത് ഇവിടെയുള്ള എക്കോ പോയിന്റിലായിരുന്നു. കൂക്കുവിളികളും കല്ലെറിയലും കഴിഞ്ഞ് ഞങ്ങൾ തിരികെ ജീപ്പിലേക്ക് കയറി. ഇനി ഈ സ്ഥലത്തെ തുടക്കത്തിൽ കാണിച്ച മലയുടെ മുകളിലേക്ക് നമ്മൾ പോകുന്നു. നാടുകാണിപ്പാറ എന്ന വ്യൂ പോയിൻ്റാണിത്. ഇവിടെ എത്തിയാൽ ഡ്രോൺ വീഡിയോ എടുത്തു തരാനും ജ്യൂസ് കടകളും ഫോട്ടോ എടുത്തു തരാനുമൊക്കെ തിരക്കുകൾ അനുഭവപ്പെടും.
നമ്മൾ കാർ നിർത്തി ജീപ്പിൽ തുടങ്ങിയ യാത്ര തീരുമ്പോൾ തിരിച്ച് കാറിനടുത്തേക്ക് തന്നെ എത്തിച്ചേർന്നു. പോകുന്ന വഴിയിൽ തേയില നുള്ളുന്ന ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്ത് തരുന്ന ഒരാളെ കണ്ടപ്പോൾ അവിടെ നിന്ന് 2 ക്ലിക്ക് എടുത്തു. അതും ഒരു ഓർമ്മചിത്രമായി കയ്യിൽ കരുതി പോകുമ്പോൾ ചോക്ലേറ്റ് നിർമ്മിക്കുന്നത് ലൈവായി കാണാനും വാങ്ങാനുമുള്ള ഒരു സ്ഥലം കണ്ട് വണ്ടി നിർത്തി. കൊക്കോ പഴത്തിൽ നിന്നും ഡാർക്ക് ചോക്ലേറ്റ് ആകുന്നതും പിന്നീട് കയ്പിൽ നിന്നും മധുരത്തിലേക്കാവുന്ന പ്രോസസ്സ് പറഞ്ഞു തന്ന് അവിടെ നിന്ന് നമുക്ക് സാമ്പിൾ ടെസ്റ്റ് ചെയ്യാൻ തന്ന് വേണമെന്നുള്ളവർക്ക് വാങ്ങാനും അവസരം ഇവിടെ ലഭിക്കും. ഇവിടെ പലതരം ചോക്ലേറ്റുകളിൽ നിന്ന് 2 വാങ്ങി ഞങ്ങൾ അവിടെ നിന്നും ഇറങ്ങി കാട്ടുവഴിയിലൂടെ മാമലക്കണ്ടം എന്ന ആ ഫ്രെയിം വെള്ളച്ചാട്ടം കാണുന്ന വൈറലായിട്ടുള്ള സ്കൂൾ മുമ്പിലൂടെ വീട്ടിലേക്ക് തിരിച്ചു. അത്തരത്തിൽ ഒരു ഓഫ് ബീറ്റ് ഡെസ്റ്റിനേഷൻ ഉൾപ്പെടുത്തിയ എപ്പിസോഡ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. ബൈ ബൈ.